BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിനെ നിയമിച്ചതു മുതൽ കോൺഗ്രസിൽ വലിയ വിയോജിപ്പാണ് ഉയർന്നു വന്നത്. ശേഷാദ്രിനാഥിന്റേത് കോൺഗ്രസ് വിരുദ്ധ പശ്ചാത്തലമെന്നും നിയമനം പാർട്ടി പ്രവർത്തകരുടെ വികാരത്തിന് എതിരെന്നുമായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗം ആരോപിച്ചിരുന്നത്. ഇതിനെതിരെ PM നിയാസും രംഗത്തെത്തിയിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥിനെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് പരസ്യ വിമർശനം ഉന്നയിച്ച KPCC ജനറൽ സെക്രട്ടറിയായ PM നിയാസിനെ സണ്ണി ജോസഫ് കടുത്ത രീതിയിലാണ് മറുപടി നൽകിയത്. പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ അവിടെ തന്നെയാണ് പറയേണ്ടതെന്നും ഇത്തരം വിഷയങ്ങളിൽ പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നതിനോട് തനിക്ക് യോജിക്കാനാകില്ലെന്നുമാണ് സണ്ണി ജോസഫ് പ്രതികരിച്ചത്. ശേഷാദ്രിനാഥൻ സംഘപരിവാർ പശ്ചാത്തലമുള്ള ആളാണെന്നും ഈ തീരുമാനത്തിലൂടെ UDF വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുമായിരുന്നു നിയാസിന്റെ പ്രധാന വിമർശനം. ഇതിനെതിരെയാണ് KPCC അധ്യക്ഷൻ നേരിട്ട് അതൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം KPCC നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചിട്ടില്ലെന്നും പാർട്ടി വേദികളിൽ ചർച്ച ചെയ്യാത്തതിനാലാണ് കത്ത് വാർത്തയായപ്പോൾ പ്രതികരിക്കേണ്ടി വന്നതെന്നുമാണ് PM നിയാസ് വിഷയത്തിൽ പ്രതികരിച്ചത്. ശേഷാദ്രിനാഥിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റിന് ഇമെയിൽ വഴിയും വാട്സപ്പ് ഗ്രൂപ്പിലും നേരിട്ടുമാണ് താൻ പരാതി നൽകിയതെന്നാണ് നിയാസ് വ്യക്തമാക്കിയത്. ഈ പരാതിയുടെ പകർപ്പുകൾ മുഖ്യമന്ത്രി, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് മാത്രമാണ് അയച്ചതെന്നും നിയാസ് പ്രതികരിച്ചു. പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ച ഒരു വിഷയം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ഇതിനോട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പ്രതികരിക്കുകയും ചെയ്തപ്പോഴാണ് താൻ വിഷയത്തിൽ വിശദീകരണം നൽകിയത്. താൻ ഉന്നയിച്ച ആരോപണത്തെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിച്ച് മോശക്കാരനാക്കാൻ ശ്രമിച്ചപ്പോഴാണ് മാധ്യമങ്ങളോട് സംസാരിക്കേണ്ടി വന്നതെന്നും പാർട്ടിക്ക് പ്രതിസന്ധി ഉണ്ടാകുന്ന സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അത് AICC കോർ കമ്മിറ്റിയിലോ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിലോ ചർച്ച ചെയ്തിരുന്നുവെന്ന് KPCC പ്രസിഡന്റ് വ്യക്തമാക്കണമെന്നും നിയാസ് ആവശ്യപ്പെട്ടു. ഗവർണറുടെ ദ്രുതഗതിയിലുള്ള ഓൺലൈൻ അംഗീകാരം സംശയങ്ങൾക്കിടയാക്കുന്നുണ്ടെന്നും താൻ ഉന്നയിച്ച കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് നിയാസ് വ്യക്തമാക്കുന്നത്. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.